എന്റെ ഉമ്മച്ചിമാരെ, എന്റെ വാപ്പമാരെ, നിങ്ങൾക്കൊരു സ്വഹാബിയെ ഞാൻ പറഞ്ഞു തരാം. ആ സ്വഹാബിയുടെ പേരെന്തെന്നറിയുമോ? ആ സ്വഹാബിയുടെ പേര് സഅദ് ബിൻ മുആദ്. സഅദ് ബിൻ മുആദ് എന്ന സ്വഹാബിയുണ്ടല്ലോ, അല്ലാഹുവേ, 30-ാമത്തെ വയസ്സിലാണ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. തന്റെ 30-ാമത്തെ വയസ്സിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. എന്നിട്ടോ 5 വർഷം മാത്രമാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നത്. അതായത് മുസ്ലിമായി ജീവിച്ചത് 5 വർഷക്കാലം മാത്രമാണ്. 30-ാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. 35-ാമത്തെ വയസ്സിൽ വഫാത്താവുകയാണ്. 5 വർഷക്കാലം കൊണ്ട് 500 വർഷത്തെ ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് ആ സ്വഹാബി കരസ്ഥമാക്കിയത്. അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സഅദ് ബിൻ മുആദ് എന്ന സ്വഹാബി വഫാത്തായ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് അതാ ആകാശ ലോകത്തേക്ക് നോക്കുകയാ. ആകാശത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, ഇഹ്തസ്സൽ അർശുർ റഹ്മാൻ. സ്വഹാബാ, അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുന്ന സൗണ്ട്, അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. എന്താണ് കാരണമെന്നറിയോ? എന്താണ് കാരണമെന്നറിയോ? ഈ സഅദ് ബിൻ മുആദിന്റെ വഫാത്ത് കാരണമായിട്ടാ. അങ്ങനെ അതാ സ്വഹാബിമാരെല്ലാം അത്ഭുതത്തോടുകൂടി ആ മയ്യത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ കൂടി നിൽക്കുകയാ. സമയം ഇങ്ങനെ കഴിഞ്ഞു. മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി സ്വഹാബിമാർ സഅദ് ബിൻ മുആദ് എന്ന സ്വഹാബിയുടെ മയ്യത്ത് എടുക്കുകയാണ്. എടുക്കുന്ന സമയത്ത് അല്ലാഹുവേ, സുഗന്ധം ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ സുഗന്ധമാണ്. ആ മയ്യത്തിൽ നിന്നും മണക്കാൻ പറ്റുന്നത് നല്ല സുഗന്ധമാണ്. ഇന്ന് വരെ മദീനക്കാരും മക്കക്കാരും ആസ്വദിക്കാത്ത വലിയ സുഗന്ധമാണ് ആ സ്വഹാബിയുടെ ജനാസയിൽ നിന്നും അടിച്ചു വീശുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹ് കുളിപ്പിച്ചു കഴിഞ്ഞ് ആ സ്വഹാബിയുടെ ജനാസയുമായിട്ടതാ ഖബറടക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കാലിന്റെ 2 തള്ളവിരൽ കുത്തിയാണ് ഇങ്ങനെ നടന്നു പോകുന്നത്. ചോദിച്ചു, നബിയേ, എന്തിനാണ് ഇങ്ങനെ തള്ളവിരൽ കുത്തി നടക്കുന്നത്? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, സ്വഹാബാ, വാനലോകത്ത് നിന്നും കടന്നു വന്നിട്ടുണ്ട് 70,000 മലക്കുകളാണ് കടന്നു വന്നിട്ടുള്ളത്. എന്തിനെന്നറിയോ? സഅദ് ബിൻ മുആദിന്റെ ജനാസ ചുമക്കാൻ വേണ്ടിയാണ്. ആ സമയത്താണ് സ്വഹാബിമാര് പറയുന്നത്, നബിയേ, ശരിയാണ്, ഈ സഅദ് ബിൻ മുആദിന്റെ ജനാസയുണ്ടല്ലോ, മയ്യത്ത് കട്ടിലുണ്ടല്ലോ, ഒരു ഭാരം പോലും നമുക്ക് തോന്നുന്നില്ല നബിയേ, ശരിയാണെന്ന്. ആ സമയത്താണ് സ്വഹാബിമാര് സാക്ഷ്യം വഹിക്കുന്നത്. മലക്കുകളാണ് ആ സ്വഹാബിയുടെ ജനാസ ചുമന്നു കൊണ്ടുപോയത്. മാത്രമല്ല, ഖബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഖബർ കുഴിക്കുന്ന മനുഷ്യൻ പറയുകയാണ്, ഓരോ വട്ടവും ഞാൻ ഇങ്ങനെ ഖബർ കുഴിക്കുന്ന സമയത്ത് എവിടെ നിന്നോ നല്ല സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാ, എങ്ങനെയോ സുഗന്ധം അടിച്ചു വീശുകയാ. അങ്ങനെ ഖബർ കുഴിക്കുന്ന സ്വഹാബി എന്ത് ചെയ്തു? ഒരു പിടി മണ്ണെടുത്ത് വാരുകയാണ്, തന്റെ മടിയിലേക്ക് മാറ്റിവെക്കുകയാണ്. മണത്തു നോക്കുമ്പോ സഅദ് ബിൻ മുആദ് എന്ന സ്വഹാബിയുടെ ജനാസ വെക്കാൻ പോകുന്ന ഖബർസ്ഥാൻ ഉണ്ടല്ലോ, ആ ഖബറിന്റെ ഉള്ളിൽ നിന്നും നല്ല സുഗന്ധം വരികയാണ്. മണ്ണിങ്ങനെ മണത്തി നോക്കുമ്പോ കസ്തൂരിയേക്കാൾ വലിയ മണമാണുള്ളത്. അങ്ങനെ ഒരു പിടി മണ്ണെടുത്ത് വാരുകയാണ്, മാറ്റിവെക്കുകയാ. അങ്ങനെ ജനാസ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ ഖബറടക്കിയിട്ട് എല്ലാവരും പോവുകയാ. അതുപോലെ തന്നെ ഈ ഖബർ കുഴിച്ച സ്വഹാബി വീട്ടിലേക്ക് ഓടുകയാ. തന്റെ മടിക്കുത്തിൽ വെച്ചിരുന്ന സഅദ് ബിൻ മുആദ് എന്ന സ്വഹാബിയുടെ ജനാസ കുഴിച്ച ആ ജനാസ വെക്കാൻ വേണ്ടി കുഴിച്ച ഖബറുണ്ടല്ലോ, ആ ഖബറിൽ നിന്നും എടുത്ത മണ്ണിങ്ങനെ മണത്തു നോക്കുമ്പോ, അല്ലാഹുവേ, നല്ല സുഗന്ധമുണ്ടല്ലോ, ഈ സുഗന്ധം മാറിയിട്ടില്ലല്ലോ. അങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ്. ഭാര്യയോട് കാര്യങ്ങൾ പറയുകയാണ്. അങ്ങനെ 3-ാമത്തെ ദിവസമുണ്ടല്ലോ, ഈ ഖബർ കുഴിച്ച സ്വഹാബി അതാ സ്വപ്നത്തിൽ കാണുകയാണ്. മഹാനായ സഅദ് ബിൻ മുആദ് എന്ന സ്വഹാബിയെ ചോദിക്കുന്നു, സഅദേ, എന്താണടാ, നിന്റെ ഖബർ കുഴിച്ചപ്പോൾ വല്ലാത്തൊരു സുഗന്ധമായിരുന്നല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നതായി ഞങ്ങൾ കേട്ടു, ഒരുപാട് മലക്കുകൾ നിന്റെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി വന്നു എന്ന്. നീ എന്ത് ചെയ്തിട്ടാണ് സഅദേ നിനക്ക് അല്ലാഹു ഇത്രമാത്രം പ്രതിഫലങ്ങൾ തന്നത്, ഇത്രമാത്രം അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടത്? ആ സമയത്ത് മഹാനായ സഅദ് ബിൻ മുആദ് തങ്ങൾ പറയുകയാണ്, ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല, പക്ഷേ ഞാൻ എപ്പോഴും മുറുകെ പിടിക്കുന്ന ഒരു സൂറത്തുണ്ട്, അത് സൂറത്തുൽ ഇഖ്ലാസാണ്. സൂറത്തുൽ ഇഖ്ലാസ് സ്ഥിരമായി ഞാൻ ഓതുമായിരുന്നു. മാത്രമല്ല, ഞാൻ എപ്പോഴും വുദൂ ഉള്ളവനായിരുന്നു, വുദൂ എപ്പോഴും എടുക്കുന്നവനായിരുന്നു. എൻ്റെ ഉമ്മമാരെ, എൻ്റെ വാപ്പമാരെ, ഈ 2 സ്വഭാവം നമുക്കുണ്ടാകുമോ? ഈ 2 സ്വഭാവം നമുക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ പറ്റുമോ? സുന്നത്തായ നിസ്കാരങ്ങൾ നമ്മൾ നിസ്കരിക്കുന്നവരല്ലേ, ഇശാക്ക് മുമ്പും ശേഷവും നിസ്കരിക്കുന്നവരല്ലേ, മഗ്രിബിന് ശേഷം
സുന്നത്ത് നിസ്കരിക്കുന്നവരല്ലേ? അതുപോലെ തന്നെ ഓരോ 5 വഖത്ത് നമസ്കാരത്തിന് മുമ്പും ശേഷവുമായി നമ്മൾ സുന്നത്തുകൾ നിസ്കരിക്കാറുണ്ടല്ലോ. ആ സുന്നത്ത് നിസ്കാരത്തിലൊക്കെ പരമാവധി സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ വലിയ പ്രതിഫലമാണ്. അല്ലാതെ നിസ്കാരമില്ലാത്ത സമയത്തും നിസ്കാരമല്ലാത്ത സമയത്തും നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാം. മാത്രമല്ല വുദൂ നിത്യമാക്കണേ, വുദൂ നിത്യമാക്കണേ. നിസ്കാരം കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് വുദൂ ഉണ്ടാകുമല്ലോ. നമ്മളെങ്ങാനും മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ വുദൂ എടുക്കണേ. വുദൂ മുറിയുന്ന സമയത്തൊക്കെ വുദൂ നിത്യമാക്കി കഴിഞ്ഞാൽ, ദായിമുൽ വുദൂ ആയി കഴിഞ്ഞാൽ നിസ്കരിക്കാൻ വേണ്ടി മലക്കുകൾ വരുന്നത് എൻ്റെ ഉമ്മമാരെ, എൻ്റെ വാപ്പമാരെ, നിങ്ങളുടെ ജനാസ ഈ പരിശുദ്ധമായ പള്ളിയുടെ അകത്തളത്തിലേക്ക് വെക്കുമ്പോ ചന്ദ്രൂരുകാരായ, വടുതലക്കാരായ, എരുമല്ലൂരുകാരായ ആളുകൾ മാത്രമല്ല നിസ്കരിക്കാൻ വരുന്നത്, 7 ആകാശവും കുത്തി തുറന്നുകൊണ്ട് റഹ്മത്തിന്റെ മലക്കുകളായിരിക്കും വരിക. അതുകൊണ്ട് ഈ 2 സ്വഭാവം നമ്മൾ മറന്നു പോവരുതേ. ഈ 2 സ്വഭാവം ഉള്ളത് കൊണ്ടായിരുന്നു മഹാനായ സഅദ് ബിൻ മുആദ് എന്ന സ്വഹാബിക്ക് അല്ലാഹു തആല വലിയ പ്രതിഫലങ്ങൾ ഈ ദുനിയാവിൽ തന്നെ കൊടുക്കാനുള്ള കാരണം.